ഹായ് ഫ്രണ്ട്സ്, ഒരു പടം കണ്ടു നമ്മൾ. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട്, ഒട്ടും ഹൈപ്പില്ലാണ്ട്, ഒരു റിവ്യൂ പോലും കേൾക്കാണ്ട് ജസ്റ്റ് ഒരു പോസ്റ്റർ കണ്ടതിൻ്റെ ബലത്തിൽ പോയി കണ്ടൊരു പടം. ജസ്റ്റ് ട്രെയിലർ കണ്ടു, നമുക്ക് കാണണമെന്ന് തോന്നി കണ്ടൊരു പടം. ഈക്കോ അല്ലെങ്കിൽ എക്കോ എങ്ങനെ വേണമെങ്കിലും പറയാം. മോനെ, ഒരു രക്ഷയില്ലാത്ത പടം, ഒരു ജാതി പടം. നമ്മളെ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തി നമ്മൾ കിഷ്കിണ്ടാകാണ്ടം കണ്ടില്ലേ, ആ ടീമിൻ്റെ അതേ പേസിൽ പോയ അതേപോലത്തെ ഒരു പടം. ആ പടം നമ്മളിങ്ങനെ കാത്തിരുന്ന് അതിൻ്റെ അവസാനം വന്നപ്പോൾ ട്വിസ്റ്റ് അടക്കം തിയേറ്ററിൽ പൊള്ളിപ്പടം. പടത്തിന് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ പടം അധികം റീച്ച് ആരിലേക്ക് എത്തണില്ല. ഇങ്ങനെ നമ്മളെപ്പോലെയുള്ളവരുടെ ചെറിയ റിവ്യൂവിലാണ് പടം റീച്ചിൽ എത്തണേ. പക്ഷേ കണ്ടപ്പോൾ നമ്മുടെ നായകനായിട്ട് അഭിനയിച്ച സന്ദീപ് പ്രതാപ്, അതുപോലെ നമ്മുടെ വിനീത്, അതുപോലെ അശോകൻ, നരൈൻ, അങ്ങനെ ആ പടത്തിൽ അഭിനയിച്ച് ആ പടത്തിൽ നായികയായിട്ട് വന്ന ഒരു ഫോറിൻ നടിയുണ്ട്, പേരറിയില്ല. ഇവരെല്ലാവരും ആ പടത്തിൽ ജാതി അഭിനയം സൂപ്പർ. പിന്നെ അതിൽ കുറേ നായ്ക്കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്, നായകൾ. എല്ലാവരുടെയും അഭിനയം എങ്ങനെ ഈ പട്ടീനൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. എക്സ്പെഷ്യലി ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു ക്ലൈമാക്സിൽ. ഞാനും എൻ്റെ കൊച്ചിങ്ങളെ പോയി കണ്ടത്. കൊച്ചു പറയൂട്ടോ ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നടാ, പറയടാ. സീൻ പടായിരുന്നു, ബാക്കി ഇങ്ങനെ പറഞ്ഞോ. പകുതി കണ്ടപ്പോ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് അതാ പറഞ്ഞ പടം പിള്ളേർക്കും ഇഷ്ടപ്പെടും. കാരണം പേടിപ്പിക്കാനൊന്നും ഇല്ല പടത്തിന്റെ അത്. പേടിപ്പിക്കലല്ല, ഇതൊരു വെറൈറ്റി പടം, ഒരു വെറൈറ്റി കഥ, ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ മാരക സ്ക്രിപ്റ്റ്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ വേണം സ്ക്രിപ്റ്റ്. നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു പടമായിരുന്നു. ഇത് എങ്ങനെയാവും എന്നിങ്ങനെ ആലോചിച്ച് വന്ന് അവസാനം ക്ലൈമാക്സിൽ വന്നപ്പോൾ മാരക ട്വിസ്റ്റോടുകൂടി ഒരു കിടിലം പടം. നമ്മുടെ ബിനു പപ്പുവൊക്കെ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. ആ പടത്തിൽ എല്ലാവരും എസ്പെഷ്യലി കറക്റ്റ് എടുത്തു പറയാൻ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും പൊളി. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ പടം ഉണ്ടല്ലോ, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ BGM ഒക്കെ ആയിട്ട് ആ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊന്നും ഇങ്ങനത്തെ ചെറിയ പടങ്ങളൊന്നും നമ്മൾ എന്താ പറയുക OTT കണ്ടിട്ട് ഒരു കാര്യമില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ എല്ലാവരും ഈ പടം കാണാൻ നോക്കുക. ഇതൊക്കെ ഇവരുടെ പറഞ്ഞു. അത് കണ്ട് പകുതി ആയപ്പോ തന്നെ ഞാൻ നോക്കിയപ്പോ ചില പട്ടികൾ ഓടി വന്ന് ഒരാളെ മലയുടെ മോളിൽ കള്ളി കണ്ടോ. ഇവൻ പറഞ്ഞ കഥയൊക്കെ പറയുന്ന പടം അടിപൊളിയായിരുന്നു.